ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ 3 മാർക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കണക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് കണക്ഷൻലെസ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ട്രാൻസ്പോർട്ട് ലെയർ ഇൻ ദ ഇൻ്റർനെറ്റ്. അപ്പോൾ നമുക്കിങ്ങനെ പറയുമ്പോഴത്തേക്കിന് ആദ്യം എന്താണ് ട്രാൻസ്പോർട്ട് ലെയർ എന്നൊരു ഐഡിയ വേണം. നമുക്ക് എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ഒരു നെറ്റ്വർക്കിലൂടെ നടത്തണമെങ്കിൽ നമ്മൾ കുറച്ച് ലെയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ 4ാമത്തെ ലെയറായിട്ട് വരുന്നതാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കണക്ഷൻ ഓറിയൻറ്റഡും കണക്ഷൻലെസ് സർവീസസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് എന്ന് പറയുന്നത് TCP ആണ്. കണക്ഷൻലെസ് സർവീസ് എന്ന് പറയുന്നത് UDP ആണ്. TCPയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നമ്പർ ഡയൽ ചെയ്തു, എന്നിട്ട് നമ്മൾ കോൾ ചെയ്യുമ്പം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആൾ നമ്മളോട് ഹലോ പറയുന്നു. അപ്പം നമ്മൾ തിരിച്ചെന്ത് പറയും? ഹായ് അല്ലെങ്കിൽ ഹലോ റിട്ടേൺ പറയുന്നു. ഇങ്ങനൊരു കണക്ഷൻ ഉണ്ടാകുന്നതിനാണ് നമ്മൾ ഹാൻഡ് ഷേക്ക് മെക്കാനിസം എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. ഒരു കണക്ഷൻ ലൈവ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ സംസാരിക്കാൻ തുടങ്ങൂ. ഇനി കോൾ കണക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കില്ലല്ലോ, നമ്മൾ കട്ട് ചെയ്തിട്ട് വീണ്ടും ട്രൈ ചെയ്യില്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു രണ്ടിടത്തു നിന്ന് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ കണക്ഷൻ ലൈവായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഹാൻഡ് ഷേക്ക് മെക്കാനിസം എന്നാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും ഒരു വേർഡ് നമ്മൾ പറയുമ്പോൾ മറ്റേ ആൾ കേട്ടില്ല, അയാൾ തിരിച്ച് എന്താണ് അല്ലെങ്കിൽ ക്ലിയർ ആയില്ല എന്ന് പറയുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എറർ അല്ലെങ്കിൽ ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സംസാരം കഴിഞ്ഞിട്ട് രണ്ടുപേരും ഗുഡ് ബൈ പറഞ്ഞ് ഫോൺ ഹാങ് ചെയ്യുമ്പോഴത്തേക്കിനും അതെന്താണ്? കണക്ഷൻ ടെർമിനേഷൻ. അപ്പോൾ ഇത്രയാണ് TCPയിലെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസസ് റിക്വയർസ് എ ഫോർമൽ ഹാൻഡ് ഷേക്ക് ഫേസ് ടു എസ്റ്റാബ്ലിഷ് എ സെഷൻ ബിഫോർ ട്രാൻസ്മിറ്റിംഗ് ഡേറ്റ. It guarantees reliable in-order packet delivery and manages flow control and congestion control. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കറക്റ്റായിട്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഇനി എന്താണ് കണക്ഷൻലെസ് സർവീസ് അല്ലെങ്കിൽ UDP? ഇത് ഒരു പോസ്റ്റ് കാർഡായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. നമ്മളൊരു മെസ്സേജ് എഴുതി, എന്നിട്ട് സ്റ്റാമ്പ് എല്ലാം ഒട്ടിച്ചിട്ട് മെയിൽ ബോക്സിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. അവിടെ ഇപ്പോൾ എന്തെങ്കിലും കണക്ഷൻ ഫീസ് ഉണ്ടോ? ഇല്ല. ഇപ്പോൾ അത് കണക്ഷൻലെസ് ആയിട്ടായിരിക്കുന്നത്. ഇനി പോസ്റ്റ് ഓഫീസിൽ നമുക്ക് ട്രാക്കിങ്ങോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അത് പോസ്റ്റ് ഓഫീസ് അതിൻ്റെ ബെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കതിൻ്റെ ട്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അത് അവിടെ എത്തുമെന്നോ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. അവിടെ നമുക്കൊരു എഫേർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ 5 പോസ്റ്റ് കാർഡ് ഒരേ റോയിലായിട്ട് അയക്കുകയാണെങ്കിലോ ചിലപ്പം ഔട്ട് ഓഫ് ഓർഡർ ആയിട്ട് എത്താം. അത് സീക്വൻസ് ആയിട്ട് തന്നെ വരണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ 5 എണ്ണം ഓരോ ഓർഡർ ഇട്ടാണ് അയക്കുന്നത്, പക്ഷെ അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ഓർഡർ തിരിഞ്ഞു വരാം. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിനാണ് നമ്മൾ കണക്ഷൻലെസ് സർവീസ് എന്ന് പറയുന്നത്. പാക്കറ്റ്സ് ആർ ട്രാൻസ്മിറ്റഡ് ഇമ്മീഡിയറ്റ്ലി വിതൗട്ട് എനി പ്രയർ ഹാൻഡ് ഷേക്ക്. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ അൺറിലയബിൾ ബെസ്റ്റ് എഫേർട്ട് ഡെലിവറി സർവീസ് വിതൗട്ട് ഓർഡറിങ് എ കൺജഷൻ കൺട്രോൾ റിസൾട്ടിങ് ഇൻ ലോവർ ഓവർഹെഡ്. ഇനി അതിൻ്റെ കീ അനലോഗി ഇപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ TCP എന്ന് പറയുന്ന ഒരു ടെലിഫോൺ കോളായിട്ടാണ് ഹാൻഡ് ഷേക്ക്. അതായത് കണക്ഷൻ ഉണ്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പേ. UDP എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് മെയിൽ പോലെയാണ്, നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ അത് അവിടെ എത്തുമെന്ന്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് എൻക്യാപ്സുലേഷൻ ആൻഡ് ഡീക്യാപ്സുലേഷൻ ഇൻ പ്രോട്ടോകോൾ ലെയറിംഗ്. എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, നമ്മൾ ഓരോ ലെയർ ബൈ ലെയറിൽ നിന്ന് പോവുകയാണ്. അതായത് ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് ഫിസിക്കൽ ലെയറിലേക്ക് പോകാമെന്ന് പറയുക. ഡേറ്റ മൂവ്സ് ഡൗൺ ദ പ്രോട്ടോകോൾ സ്റ്റാക്കാണ്. അപ്പോൾ നമ്മുടെ ഈ സെൻഡിങ് ഹോസ്റ്റിൽ നിന്ന് ഓരോ ലെയറിനും ഒരു കൺട്രോൾ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഹെഡർ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അതായത് നമ്മൾ ടോപ്പ് ലെയറിൽ നിന്ന് ഡേറ്റ അറൈവ് ചെയ്യുമ്പോഴത്തേക്കിനും ഓരോ ഹെഡർ ഉണ്ടാവും. ഇങ്ങനെ ഒരു ഹെഡർ കൊടുത്തിട്ട് ആ ഹെഡർ വെച്ചിട്ടായിരിക്കും ഇതിങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. ഫോർ എക്സാമ്പിൾ ദ ട്രാൻസ്പോർട്ട് ലെയർ ആഡ്സ് എ TCP ഹെഡർ ടു ആപ്ലിക്കേഷൻ ഡേറ്റ ടു ഫോം എ സെഗ്മെൻറ്റ്. ഇതിനാണ് എൻക്യാപ്സുലേഷൻ. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡർ കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ ഡേറ്റയിൽ ഒരു ഹെഡർ റാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി എന്താണ് ഡീക്യാപ്സുലേഷൻ? നമ്മൾ സെൻഡ് ചെയ്ത ഡേറ്റ റിസീവിങ് ഹോസ്റ്റിലേക്ക് എത്തുമ്പോൾ ഈ ചെയ്ത പ്രോസസ്സ് റിവേഴ്സ് ചെയ്യും. അതായത് നമ്മുടെ ഹെഡറിനെ നമ്മൾ റിമൂവ് ചെയ്യും. ആസ് ഡേറ്റ മൂവ്സ് അപ്പ് ദ സ്റ്റാക്ക്, ഈച്ച് ലെയർ സ്ട്രിപ്സ് ഓഫ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ഹെഡർ, പ്രോസസ് ദ കൺട്രോൾ ഇൻഫർമേഷൻ ആൻഡ് പാസസ് ദ റിമൈനിങ് പേലോഡ് ടു ദ ലെയർ എബവ്. നമുക്ക് മോഡുലാരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻക്യാപ്സുലേഷൻ ഡീക്യാപ്സുലേഷൻ ചെയ്യുന്നത്. ഇനി ആപ്ലിക്കേഷൻ ലെയർ പാരഡിംസിൽ വരുന്നതാണ് കമ്പയർ ദ ക്ലയൻറ്റ് സെർവർ പാരഡിം വിത്ത് ദ പിയർ ടു പിയർ പാരഡിം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ. ക്ലയൻറ്റ് സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മെയിൻ ആയിട്ടൊരു സെർവർ ഉണ്ടാവും. ആ സെർവറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കുറേ ക്ലയൻറ്റ്സ് ഇരിക്കുന്നത്. മെയിൻ ക്ലയൻറ്റ് സെർവറിന് എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാം പ്രശ്നത്തിലാവും. സിംഗിൾ പോയിൻ്റ് ഓഫ് ഫെയിലിയർ ആയിരിക്കും ഉണ്ടാവുക. ആ സെർവറിന് ഒരു പെർമനൻ്റ് IP അഡ്രസ്സ് ഉണ്ടായിരിക്കും.
അതിനെ അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് ആയിരിക്കും. ഇനി പിയർ ടു പിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിമ്മട്രിക് ആർക്കിടെക്ചർ ആയിരിക്കും. എല്ലാ പെയർസും ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും ഹോസ്റ്റിനോട് ഡയറക്റ്റ് ആയിട്ട്. ഇപ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു പിയറിനെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും ഒരു പ്രശ്നമില്ല. പിയേഴ്സ് ആർ intermittently കണക്റ്റഡ് ആൻഡ് ചേഞ്ചസ് IP അഡ്രസ്സസ് ഫ്രീക്വൻ്റ്ലി. ക്ലയൻറ്റ് സെർവറിൽ എന്താണ്? IP അഡ്രസ്സ് പെർമനൻ്റ് ആണ്. പിന്നെ സെൽഫ് സ്കെയിലബിലിറ്റി. Peer-to-peer exhibits self-scalability. As a new peer joins, they bring resource demand but also contribute system capacity to the network. Fourth question. Explain the difference between persistent and non-persistent HTTP connections. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോൺ പെർസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫോർഗെറ്റ്ഫുൾ വെയിറ്റർ ആണെന്ന് നമ്മൾ ചിന്തിക്കാം. ഇപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റ് കയറി, എന്നിട്ട് ഞാനൊരു ബർഗർ ഓർഡർ ചെയ്യുവാണ്. വെയിറ്റർ നമുക്ക് ബർഗർ കൊണ്ട് തന്നു. നമ്മൾ കഴിച്ചു കഴിഞ്ഞ ഉടനെ പുള്ളി നമ്മളെ ഇറക്കി വിടുക കടയിൽ നിന്ന്. അപ്പോൾ നമുക്കിത് മാത്രമല്ല, നമുക്കൊരു ഫ്രൈസും കൂടെ വേണമായിരുന്നു. പക്ഷേ പുള്ളി നമ്മളെ ഇറക്കി വിട്ടില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഒന്നും കൂടെ കടയിൽ കയറി ചെല്ലണം. ഇറങ്ങിയിട്ട് വീണ്ടും കയറി ചെന്ന് വേണം അടുത്തത് ഓർഡർ ചെയ്യാൻ. ഇനി നമ്മൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു വെബ് പേജിന് 10 ഇമേജസ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഓരോ തവണയും ഓരോ സെർവറിന് ചെന്ന് നോക്കിയാണ് ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിലേ നമുക്ക് 10 ടൈംസ് നമ്മളിങ്ങനെ ഇറങ്ങിയും കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ 10 ഇമേജസ് വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ നോൺ പെർസിസ്റ്റൻ്റ് HTTP എന്ന് പറയുന്നത്. ഇനി പെർസിസ്റ്റൻ്റ് HTTP എന്ന് പറഞ്ഞാലോ, ഒരു നോർമൽ വെയിറ്റർ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ ചെല്ലുന്നു, നമ്മൾ ബർഗർ ഓർഡർ ചെയ്യുന്നു. അയാൾ ബർഗർ കൊണ്ടുവന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും വേണോ? അപ്പോൾ നമ്മൾ എന്ത് പറയും? ഓക്കെ, എനിക്കൊരു ഫ്രൈസ് കൂടെ വേണം. അങ്ങനെ നമ്മൾ ആ സെയിം സ്ഥലത്ത് തന്നെ ഇരുന്ന് ഒറ്റ വിസിറ്റിൽ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതായത് നമ്മുടെ കണക്ഷൻ ഓപ്പൺ ആയിട്ടായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ അവിടെ നിന്ന് എപ്പോഴാണോ ഇറങ്ങി പോരുന്നത് അത്രയും നേരം ആ കണക്ഷൻ ഓപ്പൺ ആയിട്ടിരിക്കുന്നതിനെയാണ് പെർസിസ്റ്റൻ്റ് HTTP എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അത് നിങ്ങൾ ജസ്റ്റ് ഇതിനകത്ത് നിന്ന് വായിച്ച് നോക്കുക. Why does FTP uses 2 separate parallel connections? Explain their roles. FTP ഒരു ഔട്ട് ഓഫ് ബാൻഡ് കൺട്രോൾ മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൺട്രോൾ ഡേറ്റ ആൻഡ് ട്രാഫിക് ഡേറ്റയെ 2 ഡിസ്റ്റിങ്ക്റ്റ് TCP കണക്ഷനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ട് ഓഫ് ബാൻഡ് കൺട്രോൾ മെക്കാനിസം യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, കൺട്രോൾ കണക്ഷനും ഡേറ്റ കണക്ഷനും. കൺട്രോൾ കണക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്നത് പോർട്ട് 21 ആണ്. നമ്മൾ കമാൻഡ്സ് അല്ലെങ്കിൽ റെസ്പോൺസസിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ എൻ്റയർ സെഷനിലും ആ പോർട്ട് ഓപ്പൺ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി ഡേറ്റ കണക്ഷനോ പോർട്ട് 20 ആണ് യൂസ് ചെയ്യുന്നത്. യൂസ് സ്ട്രിക്ട്ലി ഫോർ ട്രാൻസ്മിറ്റിംഗ് ഫയൽ ഡേറ്റ. എ ന്യൂ ഡേറ്റ കണക്ഷൻ ഈസ് ഓപ്പൺഡ് ആൻഡ് ക്ലോസ്ഡ് ഫോർ എവറി ഇൻഡിവിജ്വൽ ഫയൽ ട്രാൻസ്ഫർ ഓർ ഡയറക്ടറി ലിസ്റ്റിംഗ് റിക്വസ്റ്റഡ്. കൺട്രോൾ കണക്ഷനകത്ത് നമ്മുടെ സെഷൻ തീരുന്നത് വരെ കണക്ഷൻ ലൈവ് ആയിരിക്കും. പക്ഷേ ഡേറ്റ കണക്ഷനകത്ത് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണക്ഷൻ അവിടെ തന്നെ ടെർമിനേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതാണ് കൺട്രോൾ കണക്ഷനും ഡേറ്റ കണക്ഷനും. 6th ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോയിൽ ഒത്തിരി ലെങ്തി ആയിരിക്കും.